ഒടുവിൽ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിഞ്ഞു. പുറത്താക്കും മുമ്പ് രാജിവെച്ചു, മുഖം രക്ഷിച്ചു അല്ലേ? പക്ഷേ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ അല്ല, എനിക്ക് അത് ശരി, ഞാൻ വാർത്താ സമ്മേളനം കണ്ടു, നമ്മുടെ പ്രേക്ഷകരും കണ്ടു കാണും. പക്ഷേ എനിക്ക് നമ്മുടെ സഹജീവിയായ എൻ്റെ സുഹൃത്ത് ഷാജൻ സ്കറിയയോട് ഒരു ചോദ്യമുണ്ട്. അതാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്. കാരണം ഈ വാർത്ത ആദ്യം പേരു പറയാതെ ചർച്ച ചെയ്തത്, എന്നാൽ ആളുകൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു, ചർച്ച ചെയ്തത് നമ്മളാണ്. രാമചന്ദ്രൻ സാറും ഞാനും കൂടെ സംസാരിച്ചു. ആ വീഡിയോ വളരെ വൈറലായി. അതാണ് ഒരുപക്ഷെ കേരളത്തിൽ മുഴുവൻ ആളുകളിലേക്കും ഈ സന്ദേശം എത്തിച്ചു. പിന്നെ പേര് പറഞ്ഞ് ചില യൂട്യൂബർമാർ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മുടെ വീഡിയോ ആണ് പരക്കെ ശ്രദ്ധിക്കപ്പെട്ടത്. അതിനുശേഷം എന്നെ മറുനാടൻ മലയാളിയുടെ MD ആയ എൻ്റെ സുഹൃത്ത് ഷാജൻ വിളിച്ചു. ഷാജൻ വിളിക്കുകയല്ല, ഷാജൻ എനിക്ക് വോയിസ് അയച്ചു. ഷാജൻ എനിക്ക് വോയിസ് അയക്കുന്നതിന് മുമ്പ് ഷാജൻ ഒരു വീഡിയോ ചെയ്തു. വീഡിയോയിൽ എൻ്റെയും രാമചന്ദ്രൻ സാറിൻ്റെയും ചിത്രങ്ങളൊക്കെ കാണിച്ചുകൊണ്ടായിരുന്നു വീഡിയോ. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞു. അപ്പോഴേക്ക് ഇന്ന് ഷാജൻ ചെയ്ത വീഡിയോയിൽ എൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത് അറിയാതെയാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത്. കാരണം ഇന്ന് ഷാജൻ പറഞ്ഞത്, ഇന്നലെ ഈ ആൻ എന്നുള്ള ഈ പെൺകുട്ടിയുടെ വാർത്ത വന്നപ്പോൾ അതിന് ലിങ്ക് ഞാൻ ഷാജൻ അയച്ചു കൊടുത്തു എന്നാണ് ഷാജൻ എന്നോട് പറഞ്ഞത്. പക്ഷേ ഷാജൻ എനിക്ക് അയച്ച മറുപടി എന്തെങ്കിലും ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വോയിസുകൾ നമ്മൾ കേൾപ്പിക്കുന്ന മര്യാദയല്ല. അതുകൊണ്ട് ഞാൻ അത് ഷാജനും ചെയ്യില്ല, ഞാനും ചെയ്യില്ല, ഉത്തരവാദപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകരും ചെയ്യില്ല. അതുകൊണ്ട് അത് അവിടെ ഇരിക്കട്ടെ. ഷാജൻ എന്നോട് പറഞ്ഞത്, ഇവൾക്ക് ഇത്രയൊക്കെ പറയാമെന്നുണ്ടെങ്കിൽ പേരെന്ത് പറഞ്ഞുകൂടെ, ചാറ്റ് പുറത്തു വിട്ടൂടെ, അതെന്താ ചെയ്യാത്തത് എന്നായിരുന്നു ഷാജൻ്റെ ചോദ്യം. നമ്മൾ ആ വീഡിയോ ചെയ്തപ്പോൾ ഷാജൻ പറഞ്ഞത്, എവിടെ തെളിവ്, എവിടെ, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മൾ ഇപ്പോൾ സൈബർ ലോ എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഉപദേശമൊക്കെ തരുന്നു. അതും കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഷാജൻ്റെ ഒരു വോയിസ് എനിക്ക് വരുന്നത്, വാട്സാപ്പിൽ വരുന്നു. ഷാജൻ പറഞ്ഞു, ഷാജൻ എനിക്ക് അയച്ചത്, സുനിലേ, ആ പെൺകുട്ടിയുടെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ എനിക്കൂടെ തരണേ, എനിക്കൊരു വാർത്ത ചെയ്യാനാണ്. അതിനകത്തൊരു പരിഹാസം തോന്നിക്കൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടു ഷാജ, നമുക്ക് വേണ്ടത് ചെയ്യാം, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. നോക്കാം എന്ന് പറഞ്ഞാൽ തെളിവ് വരും എന്നെനിക്കറിയാമായിരുന്നു. കാരണം ഇത് പുറത്ത് വരുമെന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ ഷാജനോട് പറഞ്ഞു, അത് നമുക്ക് നോക്കാം ഷാജ എന്ന് പറഞ്ഞു. അപ്പോൾ ഷാജൻ പറഞ്ഞു, അല്ല ഞാൻ അങ്ങനെയല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. ഷാജന് തോന്നി ഞാനത് എന്നെ കളിയാക്കി ഷാജൻ പറഞ്ഞതുപോലെ ഷാജന് തോന്നി, എനിക്ക് തോന്നിയെന്ന് ഷാജന് തോന്നിയതുകൊണ്ടായിരിക്കാം ഷാജൻ ഉടനെ മറുപടി ഇട്ടു. അങ്ങനെയല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്, തെളിവുണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. റിപ്ലൈയിൽ ഒരു പരിഹാസം പോലെ തോന്നിയിട്ടായിരിക്കും. തെളിവുണ്ടെങ്കിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഈ ആരോപണ വിധേയായ അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടിയോട് സംസാരിച്ചു. ശ്രദ്ധിക്കണം, പെൺകുട്ടിയോട് സംസാരിച്ചു. ഒരു പരാതിയില്ല, അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇത് വാർത്തയ്ക്ക് എന്താണ് കാര്യം. പിന്നെ ഞങ്ങൾ മറ്റു ചില കാര്യങ്ങളൊക്കെ ഞാനും ഷാജനും തമ്മിൽ വോയിസിൽ സംസാരിച്ചു. ആ വിഷയം അവിടെ വിട്ടു. അതിനുശേഷം തെളിവ് വരുന്ന സമയത്ത് ഞാൻ ഇന്നലെ ഷാജനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നലെ ഷാജന് ലിങ്ക് ഇട്ട് കൊടുത്തത്. അതേക്കുറിച്ച് ഷാജൻ വീഡിയോ പറയുന്നുണ്ട്. ശരി, ഷാജൻ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഷാജൻ അന്ന് ചോദിച്ച തെളിവില്ലേ, തെളിവ് വന്നല്ലോ. ഷാജൻ നമ്മളെക്കാൾ മുമ്പ് ഈ ഓൺലൈൻ മാധ്യമ രംഗത്തുള്ള ആളാണ്. അപ്പം ഞാനൊക്കെ പ്രിന്റിൽ നിന്ന് വന്ന ആളാണ്. ഷാജൻ്റെയും പാരമ്പര്യം ദീപികയിൽ നിന്ന് പ്രിന്റിൽ നിന്ന് വന്ന ആളാണ്. അപ്പം ഷാജനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നത് പ്രിന്റിൽ എക്സ്പീരിയൻസ് എനിക്കാണ്, അച്ചടി മാധ്യമത്തിൽ. ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് മാത്രമാണ് ഓൺലൈൻ മാധ്യമത്തിൽ വരുന്നത്. ഷാജൻ ഒരു 10-16 വർഷമായിട്ട് ഓൺലൈൻ മീഡിയ രംഗത്തുണ്ട്. അപ്പോൾ ഇപ്പോൾ റിപ്പോർട്ടർ TV കാണിച്ച, കേൾപ്പിച്ച ആ പെൺകുട്ടിയും രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ടുള്ള ഓഡിയോ ക്ലിപ്പ് നമ്മുടെ കയ്യിലുണ്ട്. ഷാജനും കിട്ടിക്കാണും. നമുക്ക് കിട്ടാമെങ്കിൽ ഷാജന് 1000 വട്ടം കിട്ടും. അതെ. അപ്പോൾ ഷാജൻ അന്ന് എന്നോട് ചോദിച്ച തെളിവായിട്ടുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ക്രൂശിക്കുന്നു, ഒരു യുവ നേതാവിനെ തകർക്കുകയാണ്, ഇങ്ങനെയാണ് ഓൺലൈൻ മീഡിയ. ഇന്നത്തെ വീഡിയോയിലും പറയുന്നുണ്ട്, ഓൺലൈൻ മീഡിയ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ എന്തും പറയും. ഷാജനും ഓൺലൈൻ മീഡിയ അല്ലേ, ഷാജനും അങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതെയാണോ പറയുന്നത്? അങ്ങനെ എല്ലാവരെയും ഒരേ സ്കെയിൽ വെച്ച് അളക്കല്ല. പക്ഷേ ഇപ്പോൾ ദാ ഓൺലൈൻ മീഡിയ പോലെ ആയിരിക്കുന്നു ദൃശ്യമാധ്യമങ്ങളും എന്ന് പറഞ്ഞ് ഇന്ന് ഷാജൻ ചെയ്ത വീഡിയോയും രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് തോന്നുന്നത്, ഷാജൻ 2 ആഴ്ച മുമ്പ് എന്നോട് ചോദിച്ച ആ വീഡിയോ ഓഡിയോ വന്നിട്ടുണ്ട്. ഇരയായ പെൺകുട്ടിയും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ സംസാരിക്കുന്നത് എന്ന് പറയപ്പെടുന്ന വീഡിയോ. അപ്പോൾ റിപ്പോർട്ടർ അതിനകത്തൊരു മാന്യത കാണിച്ചു കേട്ടോ, ആ ശബ്ദം തിരിച്ചറിയാതിരിക്കാൻ. കാരണം കേരളത്തിലെ ആളുകൾക്കൊക്കെ തിരിച്ചറിയാവുന്ന ശബ്ദമായതുകൊണ്ട് ആ ശബ്ദം ഒന്ന് മാറ്റിയിട്ടാണ്, അത് ടോൺ മാറ്റാം, ശബ്ദത്തിൻ്റെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മൊബൈൽ ആപ്പ് വെച്ച് ചെയ്യാം, ശബ്ദം മാറ്റാം, ആണിൻ്റെ ശബ്ദം പെണ്ണാക്കാം. അതുപോലെ ശബ്ദം പെട്ടെന്ന് മനസ്സിലാവാതിരിക്കാൻ ചെറിയൊരു വേരിയേഷൻ എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഷാജൻ അറിയാം ഈ പറയുന്ന പെൺകുട്ടി ആരാണെന്ന് ഷാജൻ സ്കറിയയ്ക്ക് അറിയാമെന്ന് ഷാജൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവരോട് സംസാരിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഓഡിയോ റിപ്പോർട്ടർ TV ഇപ്പോൾ പുറത്തുവിട്ട ഓഡിയോ ജെനുവിനാണോ എന്ന് ഷാജൻ ഒന്ന് അന്വേഷിക്കണം.
ഈ പറഞ്ഞ ഷാജൻ അന്ന് വിളിച്ച എനിക്കറിയില്ല കേട്ടോ ഏത് പെൺകുട്ടിയാണെന്ന്. ഷാജൻ അറിയാം, ഷാജൻ പറയാൻ ഉദ്ദേശിക്കുന്ന പെൺകുട്ടി ഏതാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അതുകൊണ്ട് എനിക്ക് ചോദിക്കാൻ മാർഗ്ഗമില്ല. ഷാജൻ അറിയാവുന്നതുകൊണ്ട് ആ വനിതാ ജേർണലിസ്റ്റിനെ വിളിച്ചിട്ട് ഈ ഓഡിയോ നിങ്ങളുടേതാണോ സഹോദരി അല്ലെ അനിയത്തി എന്ന് ചോദിക്കുക. ചോദിച്ചിട്ട് അത് ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് ഷാജൻ സ്കറിയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു വീഡിയോ ചെയ്യുക. എന്നോട് പറഞ്ഞത് തെളിവുണ്ടെങ്കിൽ ഞാനും ചെയ്യുമെന്നാണ് ഷാജൻ സ്കറിയ പറഞ്ഞത്. ഷാജൻ സ്കറിയ വാക്ക് പാലിക്കണം. അല്ലെങ്കിൽ ഈ ഓഡിയോ റിപ്പോർട്ടർ പുറത്തുവിട്ട ഓഡിയോ ഫേക്ക് ആണെന്ന് പറയണം. അന്ന് ദേശാഭിമാനിയെ കുറച്ച് ചീത്ത വിളിച്ചല്ലോ. ദേശാഭിമാനി എന്ന് പറഞ്ഞൊരു മഞ്ഞപ്പത്രം എന്ന് ആ വാക്ക് ഉപയോഗിച്ചില്ല കേട്ടോ. ആണെന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരുപാട് ആരോപണങ്ങൾ ശശിയെക്കുറിച്ച്, പിണറായിയെക്കുറിച്ച് ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചാനലുകളിൽ ഒന്നാണ്. നമ്മളും പറഞ്ഞിട്ടുണ്ട്, എല്ലാ സോഷ്യൽ മീഡിയയും പിണറായി വിജയനെയും ശശിയെയും ഒക്കെ ആക്രമിച്ചിട്ടുണ്ട്. എന്ത് തെളിവുണ്ടായിട്ടാ നമ്മൾ പുറത്ത് കേൾക്കുന്ന ആക്ഷേപങ്ങൾ നമുക്ക് നമ്മുടെ ഒരു കോൺഷ്യസ് വെച്ചിട്ടല്ലേ നമുക്ക് അതിനകത്ത് വസ്തുതയുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ ഒരാളുടെ വീഡിയോ, ഉമ്മൻചാണ്ടിയായിട്ടുള്ള വീഡിയോ കിട്ടുന്നു, ഇവിടുത്തെ ചാനലുകൾ വണ്ടി പിടിച്ച് കോയമ്പത്തൂർ വരെയൊക്കെ പോയില്ലേ അല്ലേ? പോയി ലൈവ് സംവിധാനവുമായി. എന്നാ പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാ തെളിവും മേശപ്പുറത്ത് വന്നിട്ട് മാത്രം വാർത്ത കൊടുക്കുന്ന ഒരു മാധ്യമ സംസ്കാരമാണോ നമ്മുടെ മുന്നിലുള്ളത്? അല്ലല്ലോ. അപ്പോൾ കൃത്യമായിട്ട് ഷാജൻ സ്കറിയയോട് ഉള്ള എല്ലാ സ്നേഹവും നിർത്തിക്കൊണ്ട് പറയട്ടെ, അങ്ങേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ വളരെ ഇഷ്ടമാണ്. പിന്നെ കഴിഞ്ഞ ഈ വിവാദം ഉണ്ടായപ്പോൾ ഷാജൻ പറഞ്ഞു, ഷാജൻ്റെ പേര് ഒരുപാട് പ്രാവശ്യം പറയുന്നല്ലേ, എണ്ണി നോക്കിയാൽ ഒരുപാടായി. ഇനിയിപ്പോൾ അദ്ദേഹം എന്ന് പറയാം, അദ്ദേഹം പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് എന്ന് പറയാം, സുഹൃത്ത് പറഞ്ഞു. അപ്പോൾ ഷാജൻ ഈ പറയുന്ന പോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിച്ചെടുക്കുന്നു എന്ന് അലിഗേഷൻ നമ്മുടെയൊക്കെ പ്രേക്ഷകർക്കുണ്ട്. അത് സത്യമാണ്. അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് അന്ന് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഷാജൻ പറഞ്ഞത്, രാഹുലിന് ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് ശേഷം ഒരു അഹങ്കാരം വന്നു, ഒരു നെഗറ്റീവെങ്കിലും പറയണ്ടേ എന്ന് കരുതി പറഞ്ഞതുപോലൊരു ഫീലുണ്ട്. പക്ഷേ അത് സത്യമാണ് കേട്ടോ. രാഹുൽ ജയിച്ചതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശരീരഭാഷയൊക്കെ വല്ലാണ്ട് മാറിയിരുന്നു. ഞാൻ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഏറ്റവും പ്രമുഖനായ യുവ നേതാവാണ്, MLA ആയി, അഹന്ത അങ്ങ് തലയ്ക്ക് പിടിച്ചു. ഇവനൊക്കെ അങ്ങ് വളർന്ന് പന്തലിച്ചാൽ ചൊറിയണമില്ലേ, ചൊറുതനം വൻ മരമായി മാറിയാൽ എന്ത് സംഭവിക്കും? അതാണ് രാഹുൽ മാങ്കൂട്ടം. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ വിഷവൃക്ഷം മുറിച്ചു മാറ്റപ്പെടേണ്ടതാണ്. എത്രയോ ചാറ്റുകൾ, പെൺകുട്ടികൾ നീ ഭയങ്കര ഗ്ലാമറാണ് എന്ന് പറഞ്ഞൊരു പെൺകുട്ടിക്ക് അയച്ച ചാറ്റ്. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞ് എന്നെ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. അല്ല, നിൻ്റെ നാടൻ ലുക്കിലുള്ള ഫോട്ടോയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഫ്ലർട്ട് ചെയ്യുന്ന നിരന്തരം എത്ര പേരാണ്. ഇപ്പോൾ ഹണി ഭാസ്കർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി, അവർ പറഞ്ഞിരിക്കുന്നു, അവർ ശ്രീലങ്കയിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് താൻ അങ്ങോട്ട് തള്ളിക്കയറി ലവ് ചിഹ്നം ഇട്ടുകൊണ്ട് ചാറ്റ് ചെയ്യാൻ ചെന്നു. ഇങ്ങനെ ഇതുകൊണ്ടാണല്ലോ ഇയാളെ ചാറ്റ് ചെയ്ത് വിളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അംഗീകരിക്കണം. നമ്മൾ മാധ്യമ പ്രവർത്തനം നടത്തുമ്പോൾ ഈ ഷാജനെക്കുറിച്ച് ഈ പ്രേക്ഷകർ പറയുന്ന ചില ആക്ഷേപം എന്താണെന്ന് ഷാജൻ സ്കറിയ മനസ്സിലായി. ഷാജൻ സ്കറിയക്കെതിരെയുള്ള വീഡിയോ ആയിട്ട് മാറുക അല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ്. അതായത് ഈ മലയാളത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഏറ്റവും നിർഭയനായ, നമ്മൾ ഷാജനെതിരെ കേസ് വന്നപ്പോൾ ഷാജനെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ വീഡിയോ ചെയ്തത് നമ്മൾ മാത്രമാണ് ചെയ്തത്. ഷാജൻ സ്കറിയ എടുക്കുന്ന നിലപാടുകൾക്ക് പൂർണ്ണ പിന്തുണ നമ്മുടെ ഭാഗത്തുനിന്നുണ്ട്. അദ്ദേഹം എടുക്കുന്ന ജനുവിനായ നിലപാടുകൾ. പക്ഷേ ഈ പാലക്കാട് ഇലക്ഷൻ വന്നപ്പോൾ ഷാജൻ സ്കറിയ നിഷ്പക്ഷനായിരുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സൗഹൃദം കൊണ്ടായിരിക്കാം. ആയിക്കോട്ടെ, നമ്മൾ മാധ്യമപ്രവർത്തകർ നിഷ്പക്ഷരായിരിക്കണമെന്നില്ല, പക്ഷമൊക്കെ ഉണ്ടാവാം. നിഷ്പക്ഷത ഒരു പക്ഷമേ അല്ല. ഷാജനോട് എനിക്കിഷ്ടം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഷാജനോട് പ്രേക്ഷകർ, നമ്മുടെയും ഷാജൻ്റെയും കോമൺ ആയിട്ടുള്ള ഒരുപാട് പ്രേക്ഷകരുണ്ട്. അവർക്കുള്ള ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഷാജൻ ദേശീയതയുടെ പക്ഷത്ത് നിൽക്കുന്നു എന്നതാണ്. ദേശീയതയുടെ പക്ഷത്ത് നിൽക്കുന്നു, പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ അതിശക്തമായ നിലപാടെടുക്കുന്നു. ഇതൊക്കെ ശരിയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചാണെങ്കിലും രാഹുൽ ഗാന്ധി ഈ വോട്ട് ചോരി എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിരിക്കുന്ന ഈ നറേറ്റീവ് ഫേക്കാണ് എന്ന് പറഞ്ഞ് ഷാജൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്രീഷിയേറ്റ് ചെയ്യണം. അത് തൻ്റെ ഇടത്തോടെ പറയാൻ ഷാജൻ സ്കറിയ തയ്യാറായി. പക്ഷേ ചിലപ്പോഴെങ്കിലും പക്ഷപാതപരമായൊരു നിലപാടെടുക്കുന്നു എന്നുള്ളതാണല്ലോ. കെജ്രിവാൾ ഇപ്പം ഈ സ്വരാജ് പറഞ്ഞ പോലെ, സ്വരാജ് പറഞ്ഞ ഹമാസ് എന്ത് ചെയ്താലും അത് തെറ്റല്ല എന്ന് പറയുന്ന പോലെ കെജ്രിവാൾ എന്ത് ചെയ്താലും അത് തെറ്റല്ല എന്നൊരു നിലപാട് ഷാജനുണ്ടെന്ന് പ്രേക്ഷകർ കമൻ്റായി നമ്മുടെ താഴെ വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാകുന്നത് തെറ്റൊന്നുമല്ല. പക്ഷേ നമ്മുടെ സൗഹൃദ വലയത്തിലുള്ള ഒരാളാണ് എന്ന് കരുതി എന്തു പറഞ്ഞാലും, അത് അയാൾ എന്തു തെറ്റു ചെയ്താലും അതിനെ ന്യായീകരിക്കുന്ന ഒരു നിലപാട് ശരിയാണെന്ന് തോന്നുന്നില്ല. അതിലാണ് എനിക്ക് എൻ്റെ സുഹൃത്തിനോട് വിയോജിപ്പുള്ളത്. ഇതെന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന മാധ്യമ പ്രവർത്തനം അധമ മാധ്യമ പ്രവർത്തനമാണ്, നിയമപരമായി ശിക്ഷിക്കപ്പെടേണ്ടുന്ന അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ള മാധ്യമ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് ഷാജൻ സ്കറിയ ഒരു വീഡിയോ ചെയ്തു. അതിന് നമ്മളൊന്നും മറുപടി കൊടുത്തില്ല. ഷാജൻ എനിക്ക് സ്വകാര്യമായി വോയിസ് അയച്ചപ്പോൾ ഞാൻ പറഞ്ഞത്,
നമുക്ക് നോക്കാം ഷാജ എന്നാണ് പറഞ്ഞത്. തെളിവുണ്ട്, എനിക്കെന്താ, ഞാനും വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നോക്കാം ഷാജ എന്നാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ച നോക്കാം എന്ന് പറഞ്ഞ റിസൾട്ട് വന്നിട്ടുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തെ. അതുകൊണ്ട് ആ റിപ്പോർട്ടർ TV പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പ് ജെനുവിൻ അല്ല എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അത് ഫേക്ക് ആണെന്ന് തെളിയിച്ച് എനിക്ക് അയച്ചു തന്നാൽ ഈ വീഡിയോ പിൻവലിച്ചിട്ട് നമ്മൾ റിപ്പോർട്ടർ TV കള്ളം പറഞ്ഞു, വ്യാജമായി രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കാൻ ശ്രമിച്ചു എന്നൊരു വീഡിയോ നമ്മൾ ചെയ്യും. ഓർക്കണം, മറ്റൊന്നുകൂടിയുണ്ട്, നമുക്കെതിരെ ഏഷ്യാനെറ്റ് സൈബർ സെല്ലിൽ പരാതി കൊടുത്തു. ഈ മാങ്കൂട്ടം വിഷയം നമ്മൾ ചർച്ച ചെയ്തതിന് വലിയ തോതിലുള്ള സൈബർ അറ്റാക്ക് ഉണ്ടായി. ഷാജൻ സ്കറിയെ പോലെയുള്ള നമ്മുടെ സുഹൃത്തുക്കൾ നമുക്കെതിരെ വീഡിയോ ചെയ്തു. നമ്മൾ എന്തിട്ടും ആ വീഡിയോ പിൻവലിച്ചില്ല. ഇപ്പോഴും ആ വീഡിയോ അവിടെ കിടപ്പുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട ആ വീഡിയോ നമ്മുടെ എല്ലാ പ്ലാറ്റ്ഫോമിലും, യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും എക്സിലും ഒക്കെ ആയി ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട ആ വീഡിയോ ഇപ്പോഴും ഉണ്ട്. നമ്മൾ എന്തുകൊണ്ട് അത് പിൻവലിച്ചില്ല? ഇത് പുറത്തു വരുമെന്ന് നമുക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. അതിപ്പോൾ ശരിയായിരിക്കുന്നു. അപ്പോൾ ഈ ഒരു മാധ്യമ പ്രവർത്തനത്തിൽ നമുക്ക് വലിയ അഭിമാനമുണ്ട്. നമ്മളെടുത്തൊരു നിലപാട് ശരിയായിരിക്കുന്നു. പ്രിയപ്പെട്ട ഷാജൻ, അങ്ങ് ഇരയാക്കപ്പെട്ട അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കാൻ ഈ രാഹുൽ ഉപയോഗിക്കാൻ ശ്രമിച്ച സ്ത്രീകൾക്ക് നീതി കൊടുക്കാൻ വേണ്ടി മാധ്യമ പ്രവർത്തനത്തിൽ അങ്ങയുടെ മഹത്തായ പാരമ്പര്യം, മുൻകാലങ്ങളിൽ ഉയർത്തിപ്പിടിച്ച പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് ഈ കതറിട്ട കോഴിക്കെതിരെ ഒരു വീഡിയോ ചെയ്യണമെന്ന് സവിനയം സസ്നേഹം നമ്മൾ അഭ്യർത്ഥിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.